സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഉണ്ടാവുകയില്ല എന്ന് ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇതിൽ എഫ്ഐആർ ഇടാൻ ശരിയാണ്, ചില സാങ്കേതികമായ തടസ്സമുണ്ട്, നിയമപരമായ തടസ്സമുണ്ട്, പരാതിയില്ലാത്തതിനാൽ. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുവാനും അതിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ബംഗാളി നടിക്ക് ഉള്ള പിന്തുണ നൽകുവാനും സംസ്ഥാന സർക്കാരിന് കഴിയും. പക്ഷേ അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് സർക്കാർ എടുത്തിട്ടില്ല? വി വിനോദ്, ആജ്ഞ രവീന്ദ്രൻ, MS അനീഷ് കുമാർ എന്നിവർ ചേരുകയാണ്. വിനോദ്, ഇക്കാര്യത്തിൽ ഈ സജി ചെറിയാൻ മന്ത്രി ആദ്യം വളരെ ഗൗരവത്തോടു കൂടിയും രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ എന്തെങ്കിലും തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്ന രീതിയിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് ഒരു നിലപാട് മാറ്റമായി കാണാൻ കഴിയില്ലല്ലോ. അന്വേഷണത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ. അതാണല്ലോ ആവശ്യമായിട്ട് വരുന്നതും, ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം എന്നുള്ള കാര്യം. മഞ്ജുഷ്, ഉപരിപ്ലവമായ ചില കാര്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം കോൺക്ലേവ് സംഘടിപ്പിക്കും, ഇനി സിനിമാ മേഖല എങ്ങോട്ട് പോകണം, സിനിമാ മേഖലയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന ഒരു നിർദ്ദേശമാണ്. അവിടെ തന്നെ ഈ WCCയിലെ അംഗങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോൺക്ലേവിൽ ഇരയും വേട്ടക്കാരും ഒരുമിച്ചിരുന്ന് എന്ത് ചർച്ചയാണ് നടത്താൻ കഴിയുക, തങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ എങ്ങനെയാണ് തുറന്നു പറയാൻ കഴിയുക എന്ന പരമപ്രധാനമായ ഒരു ചോദ്യമാണ് WCCയുടെ ഭാഗത്ത് നിന്ന് വന്നത്. മറ്റൊന്ന്, നിയമത്തിൻ്റെ സാങ്കേതികത്വം പറഞ്ഞാണ് ഇപ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു പിന്നാക്കം പോകൽ, അല്ലെങ്കിൽ സർക്കാർ പതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. അത് എത്ര കണ്ട് സ്വീകാര്യമാകും, പൊതുസമൂഹം എത്ര കണ്ട് അതിനെ അംഗീകരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രതിപക്ഷമാണ് സാധാരണ നിലയിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അമ്മയിൽ തന്നെ ഭിന്നതയുണ്ട്, മന്ത്രിസഭാ അംഗങ്ങളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വലിയ തോതിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നു. സാന്ദ്ര തോമസിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലാണ് മന്ത്രിയുടെ വാക്കുകളെന്ന അതിരൂക്ഷമായ വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, സർക്കാർ ഒന്നും, മന്ത്രി ഒന്നും എന്തെങ്കിലും കാര്യങ്ങൾ മുന്നിൽ കാണാതെ പറയുകയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമാണ്. പരാതികൾ കിട്ടിയാൽ FIR ഇടും, അതിൽ അന്വേഷണം നടക്കും, നിലവിൽ പരാതികളൊന്നും ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ രഞ്ജിത്തിന്റെ ഇഷ്യൂ വരികയാണ്. അപ്പോൾ അതിൽ മറിച്ചൊരു സ്റ്റാൻഡ് എടുത്താൽ, ഇപ്പോൾ തന്നെ അന്വേഷണം നടത്താൻ പോവുകയാണ് എന്നുള്ള സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്റ്റാൻഡ് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഉള്ള ഒരു ആലോചിച്ചുറച്ചുള്ള ഒരു നിലപാടാണോ ഇന്ന് മന്ത്രി പറഞ്ഞത്? അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടി വരുമല്ലോ. മഞ്ജുഷ, ഈ രണ്ട് കാര്യങ്ങളിലും രഞ്ജിത്തിൻ്റെ വിഷയം കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള ഒരു കാര്യമാണ്. കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഒരു അന്വേഷണവും നടത്താൻ ഇതുവരെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അതായത് രഞ്ജിത്തിനെ ഏത് നിലയിലാണോ സംരക്ഷിക്കുന്നത് അതേ ഒരു നിലപാട് തന്നെയാണ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും സർക്കാർ കൈക്കൊള്ളുന്നത്. പരാതി കിട്ടട്ടെ എന്നതാണ്. പക്ഷേ നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ആ ബംഗാളി ചലച്ചിത്ര താരം തന്നെ അവർ വെളിപ്പെടുത്തി രേഖാമൂലമുള്ള മറുപടി അല്ലെങ്കിൽ പരാതി കിട്ടണം എന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടായി വരുന്നത്. വീണ ജോർജൊക്കെ അങ്ങനെ പരാതിപ്പെട്ടാൽ അതിനുള്ള പരാതിപ്പെടാനുള്ള സൗകര്യമൊരുക്കുന്നൊക്കെയാണ് പറയുന്നത്. അവിടെയും ഈ റിപ്പോർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പോക്സോ കേസുകൾ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ട് എന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു, അത് സിനിമയുടെ പേരിൽ, സിനിമയുടെ മറവിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത്യന്തം ഗുരുതരമായ ഒരു കുറ്റം, കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയാവുന്ന, വളരെ ഗ്രേവ് ക്രൈം എന്ന് നമുക്ക് പറയാവുന്ന മൊഴികൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ FIR എടുത്താൽ എന്ത് നിയമതടസ്സമാണ് ഉള്ളതെന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഈ സ്കൂളിലൊക്കെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അത്തരം മൊഴികൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിവരമറിയിക്കുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ FIR എടുക്കുകയും ചെയ്യുന്നത്. മന്ത്രി ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത FIRൻ്റെ സ്ഥിതി എന്തായെന്നാണ്. കോടതിയിൽ FIR കോഷ് ചെയ്ത് പോവുകയല്ല, മറിച്ച് അതിൽ അന്വേഷണം നടത്തുകയും പിന്നീട് റിപ്പോർട്ട് വരികയും അതിലാണ് നിയമ പോരാട്ടം ഉണ്ടാവുകയും ചെയ്തത്. അവിടെ ഈ FIR എടുക്കുന്നതിൽ എന്ത് നിയമ തടസ്സം ആണ് എന്ന കാര്യമാണ് വ്യക്തമാകാത്തത്. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ഗൗരവമായ കുറ്റകൃത്യം, പോക്സോ കേസുകൾ നിലനിൽക്കുമെന്ന ഈ കമ്മിറ്റിയുടെ കണ്ടെത്തൽ, ആ കണ്ടെത്തൽ അത്യന്തം ഗൗരവമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ മെല്ലപ്പോക്ക്? നവോത്ഥാന മതിൽ സൃഷ്ടിച്ച, വനിതാ മതിൽ സൃഷ്ടിച്ച നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിശക്തമായ നടപടി എടുക്കുകയും അതിൽ പൊതുസമൂഹം സർക്കാരിൻ്റെ നടപടികളെ അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് അതിനേക്കാൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ,
കൂടുതൽ ആളുകൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അതിനൊരു ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല. മാത്രമല്ല സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അല്പമെങ്കിലും മയപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരും. പക്ഷെ അതൊരു മയപ്പെടുത്തലായിട്ട് തോന്നുന്നുമില്ല. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അത് പറയാൻ പാടില്ലാത്തതാണ്, ഒരു മന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. ആരോപണം നേരിട്ട് അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരോപണം വന്നത് അത് രഞ്ജിത്തിനെതിരെയായിരുന്നു. ആ രഞ്ജിത്ത് ഇതിൽ വിശദീകരണം നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ ഇതിൽ അന്വേഷണത്തിന് എന്താണ് പ്രസക്തി എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഒരു മന്ത്രിക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ. അത് അദ്ദേഹം പറയുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് സിനിമാക്കാരുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത്? ഇതിൽ സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ മന്ത്രിക്കെതിരെയും രഞ്ജിത്തിനെതിരെയും ശക്തമായ ഭാഷയിൽ തന്നെ അവർ പ്രതികരിച്ചിട്ടുമുണ്ട്. പക്ഷേ സംഘടനകൾ ഇക്കാര്യത്തിൽ മൗനമാണല്ലോ. FK ഒന്നും ഒരു കാരണവശാലും പ്രതികരിക്കുകയുമില്ല. അത് രഞ്ജിത്ത് അവരുടെ മാനസപുത്രനാണ്. അപ്പോൾ മറ്റ് രീതിയിലുള്ള ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ? മഞ്ജുഷ, സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിലെ സ്ത്രീകളെ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന രീതിയിലാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണമെന്നായിരുന്നു അങ്ങേയറ്റം വിമർശനത്തോടു കൂടി. കാരണം അങ്ങേയറ്റം പ്രഗത്ഭയായിട്ടുള്ള ഒരു ബംഗാളി നടിയാണ് ഇതിനെതിരെ, രഞ്ജിത്തിനെതിരെ പ്രതികരണവുമായി വന്നിരിക്കുന്നത്. അതും അങ്ങേയറ്റം ഈ പറഞ്ഞതുപോലെ ലൈംഗിക ചൂഷണത്തിന് തന്നെ ഇരയാക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനെതിരെ ഈ വിനോദ് സൂചിപ്പിച്ചതുപോലെ നേരിട്ട് കേസെടുക്കാവുന്ന ചില സാഹചര്യങ്ങൾ അവരൊരു സ്വകാര്യ ചാനലിലെ ഇന്റർവ്യൂയിലൂടെയാണ് അത് വെളിപ്പെടുത്തിയതെങ്കിൽ പോലും കൃത്യമായി രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയുടെ പേര് പറയുന്നു. അകലെ എന്ന സിനിമയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹവുമായി പരിചയമെന്ന് പറയുന്നു. പാലേരി മാണിക്യത്തിന്റെ ഓഡിഷൻ എത്തിയ സമയത്താണ് ഈ ഒരു രീതി തന്നോട്, ഈ ഒരു പെരുമാറ്റ രീതി തന്നോട് ഉണ്ടായത്. ഓഡീഷൻ കഴിഞ്ഞ ശേഷം അന്ന് അവിടെ തങ്ങുന്നു. അതിനുശേഷം ഹോട്ടൽ മുറിയിൽ രാത്രി ഇദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്നു. ഈ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ആ രീതിയിൽ തന്നോട് പെരുമാറുകയും ചെയ്തതോടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ ഇരകളും അതുപോലെ പ്രതികളും പുറത്തു വരട്ടെ. മുൻപ് സർക്കാരിന്റെ പല മന്ത്രിമാരുടെയും സർക്കാരിന്റെ തന്നെ നിലപാട് എങ്ങനെയായിരുന്നു? ആരും ഇല്ലല്ലോ, പ്രതിസ്ഥാനത്ത് ആരുമില്ല, ആരോപണങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ മൊഴിപ്പകർപ്പ് പുറത്തുവിടുന്ന ഒരു സാഹചര്യം അത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. ഇരകൾ ആര് അല്ലെങ്കിൽ പ്രതികൾ ആര് എന്ന് പറയുമ്പോഴും ഇരകൾ പലയിടത്തു നിന്നും വെളിപ്പെടുത്തലുമായി വന്നിട്ട് പോലും ഇതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുള്ളപ്പോഴും വനിതാ മന്ത്രിമാർ, അതേസമയം വീണ ജോർജും ബിന്ദുവും ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വീണ ജോർജ് പറഞ്ഞത് ബംഗാളി നടിക്കൊപ്പം തന്നെ അവർ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്തുണയുമായി ഒപ്പം തന്നെ അവരോടൊപ്പം നിൽക്കും. അതേസമയം തന്നെ WCCയെ അങ്ങേയറ്റം അഭിമാനപൂർവ്വം ചേർത്ത് നിർത്തുന്ന ഒരു പ്രതികരണമായിരുന്നു മന്ത്രി ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. WCC പോലെ നട്ടലുള്ള പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുള്ള പെണ്ണുങ്ങളുടെ ഒരു സംഘടന, സിനിമ അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്ത് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കുറച്ച് പെണ്ണുങ്ങളുടെ ഒരു സംഘടന കാരണമാണ് ഇപ്പോൾ സിനിമാ മേഖല അല്പമെങ്കിലും വിജിലന്റ് ആയ ഒരു മോഡിലേക്ക് മാറിയത് എന്ന് മിസ്റ്റർ ബിന്ദു പ്രതികരിക്കുകയുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും സാന്ദ്ര തോമസിന്റെ പ്രതികരണത്തിന് സജി ചെറിയാൻ നമ്മൾ തന്നെ കണ്ടതാണ്. അങ്ങേയറ്റം പുച്ഛത്തോടെ അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് കളയുന്ന ഒരു തരത്തിലുള്ള ഒരു ആംഗ്യഭാഷയിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ മുൻ സിനിമാ മന്ത്രി ഗണേഷ് കുമാറും അതല്ലെങ്കിൽ സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പിനെ ഒരു മന്ത്രി നിയന്ത്രിക്കുന്നു എന്നൊരു ആരോപണം കൂടി അതേപ്പറ്റി ചോദിച്ചപ്പോൾ വിനയൻ പറഞ്ഞതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആരാണ് എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പൊ വീണ്ടും എടുത്തു ചോദിക്കുന്നു, മന്ത്രി ആരാണെന്നാണോ അതോ സംവിധായകൻ വിനയൻ ആരാണെന്നാണോ, ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്നുള്ള പ്രതികരണം മാത്രമാണ്. താനിപ്പോൾ ഗതാഗത മന്ത്രിയാണ്, സിനിമാ മന്ത്രിയല്ല. സിനിമാ നടനും മുൻ സിനിമാ മന്ത്രിയും ആയിരുന്ന ഒരാളാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദപൂർവമായി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ഗണേഷ്കുമാർ ആ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു. വിനയൻ ആരാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ല എന്ന് നമുക്ക് ആർക്കും കരുതാൻ കഴിയില്ലല്ലോ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള ആളാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് സിനിമാ മേഖലയിൽ ഇടപെടുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യാം എന്നുള്ളതാണോ എന്നാണ് മറു ചോദ്യം. അനീഷ്, രഞ്ജിത്ത് എവിടെയാണെന്ന് അറിയാമോ? എന്തെങ്കിലും പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നോ അദ്ദേഹത്തിന്റെ?
രഞ്ജിത്ത് വയനാട് മുട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിലാണുള്ളത്. അദ്ദേഹത്തിന്റെ സ്വന്തം ഉടമസ്ഥയിലുള്ള ഗസ്റ്റ് ഹൗസ് കൂടിയാണ്. ഈ വിവാദങ്ങളൊക്കെ കത്തിപ്പറ്റുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടി അദ്ദേഹം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയും ചെയ്തു. ഔദ്യോഗിക വാഹനത്തിലാണ് അദ്ദേഹം എത്തുകയും ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിന്റെ മുൻവശത്തായി തന്നെ ഈ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. എന്തായാലും ഉച്ചതിരിഞ്ഞ് അദ്ദേഹം വയനാട്ടിൽ നിന്നും മടങ്ങുമെന്ന ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ തിരക്കിട്ട ചില കൂടിയാലോചനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഈ ലൈംഗിക വിവാദവുമായി ബന്ധപ്പെട്ട വലിയ മുറവിളികൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. പൊതുസമൂഹം ഒന്നടങ്കം തിരിയുന്ന ഒരു സാഹചര്യം. സിനിമാ രംഗത്തെ പ്രമുഖർ തന്നെ ഈ ആഷിഖ് കപൂറിനെ പോലെ ഇടത് സഹയാത്രികരായി അറിയപ്പെടുന്ന ആളുകൾ പോലും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലുള്ള പ്രതിരോധം കൂടുന്നു. സർക്കാരിന് പിന്തുണയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ചലച്ചിത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ പല പരാതികളൊക്കെ ഉയർന്നപ്പോഴും ഒരു ദാഷ്ട്യത്തിന്റെ ഭാഷയിൽ ഉള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇടത് ക്യാമ്പിൽ തന്നെ വലിയ ഒരു എതിർപ്പ് ഉയർത്തിയിരുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആലോചിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് പറഞ്ഞത്. നേരത്തെ അദ്ദേഹം നൽകിയ പ്രതികരണത്തിൽ ഇത്തരം ഈ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. ഓഡിഷനിൽ ഈ യുവതിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ഈ നടിക്ക് അനുയോജ്യമായ റോളുകൾ ഈ സിനിമയിൽ ഇല്ല എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് റോളില്ല എന്ന് പറഞ്ഞു. അതിൽ പ്രകോപിതയായാണ് നടിയുടെ ഭാഗത്തുനിന്നും ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന വിശദീകരണമാണ് നൽകിയത്. എന്നാൽ ഈ ഘട്ടത്തിൽ വയനാട്ടിലെത്തിയ അദ്ദേഹത്തോട് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ വയനാട്ടിൽ നിന്നും അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നതിനുള്ള സാധ്യതകളും കോഴിക്കോട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യതകളുമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ശരി അനീഷ്.